ശ്രീ അരുൺകുമാർ, ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ വലിയ തരത്തിലുള്ള ആഘോഷമാണ്, വലിയ നിലപാടാണ്. അതായത് ഭരണത്തിനെതിരായ വിധിയെഴുത്താണ് എന്ന തരത്തിലെ വ്യാഖ്യാനങ്ങളാണ് UDF നേതാക്കൾ നൽകിയത്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ. പക്ഷേ വോട്ടിങ്ങിൻ്റെ ഒരു ശതമാനവും വോട്ട് ലഭിച്ചതിൻ്റെ തോതും പരിശോധിച്ച് കഴിയുമ്പോൾ വെട്ടിലായിരിക്കുന്ന UDF ആണ്. UDF പ്രധാനമായും സതീശനാണ്. നേരത്തെ തന്നെ CPM ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയാണ്. UDF നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെടുത്ത നിലപാട് അപകടകരമായ ചില കൂട്ടുകെട്ടുകൾ എടുക്കുകയും ഭാവി കേരളത്തെ പ്രതിസന്ധിയിലാക്കുകയും അപകട മുനമ്പിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന നിലപാടാണ് UDF എടുത്തത്. ഇപ്പോൾ സതീശൻ എടുത്ത നിലപാട് അമ്പെ പാളിയിരിക്കുന്നു. അതായത് കോൺഗ്രസിന് UDFന് കൃത്യമായ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. UDF എടുത്ത നിലപാട് പാളിപ്പോയി, സതീശൻ എടുത്ത നിലപാട് പാളിപ്പോയി എന്നൊരു വിലയിരുത്തൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് അടക്കമുണ്ട്. വല്ലാത്ത വെട്ടിലായിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വഴി കോൺഗ്രസും UDF. എങ്ങനെ വിലയിരുത്തുന്നു ഈ സാഹചര്യത്തെ താങ്കൾ? ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ UDFന് കഴിഞ്ഞുവെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ VV പ്രകാശിന് കിട്ടിയ വോട്ടിനേക്കാൾ 790 വോട്ട് അവർക്ക് കുറവാണ്. അപ്പോൾ അവർ തന്നെ 7000 പുതിയ വോട്ട് പുതുതായി ചേർത്തു എന്ന് പലതവണ പത്രസമ്മേളനം നടത്തി VD സതീശൻ പ്രഖ്യാപിച്ചതാണ്. കഴിഞ്ഞ തവണ ഉണ്ടായ പോളിംഗിനേക്കാൾ ഈ തവണ 3000 വോട്ടർമാർ അധികവുമായിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ ഒരു 10000-ഓളം മാറ്റം പുതുതായിട്ടുള്ള വോട്ടുകൾ വന്നു. അതിൽ 7000 ഞങ്ങൾ തന്നെ ചേർത്തതാണെന്ന് UDF പറയുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒരു വോട്ട് പോലും വർദ്ധിപ്പിക്കാൻ കഴിയാതെ 790 വോട്ടിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പും അതുപോലെ അതിനു മുൻപ് രാഹുൽ ഗാന്ധി മത്സരിച്ച 2 തെരഞ്ഞെടുപ്പിലും ഏകദേശം 1 ലക്ഷത്തോളം വോട്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസിന് കിട്ടിയതാണ്. അത് വെച്ച് നോക്കുമ്പോൾ 10-25,000-ഓളം വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കുറവാണ്. ഏതായാലും ഈ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ വലിയ തരത്തിൽ മുന്നേറ്റമുണ്ടാക്കി എന്ന് അവകാശപ്പെടാൻ UDFന് അർഹതയില്ല. കാരണം നിലമ്പൂർ 35 വർഷം അവരുടെ കൈവശമിരുന്നു. വലിയ തരംഗം ഇവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് അലയടിക്കുമ്പോൾ 2700 വോട്ടിന് മാത്രമാണ് കഴിഞ്ഞ തവണ നമ്മൾ വിജയിച്ചത്. അതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി നടത്തിയ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വിജയിക്കാനുണ്ടായത്. 1991 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു 53,000-55,000 വോട്ടാണ് LDFന്റെ അവിടുത്തെ ഒരു ശരാശരി വോട്ട്. 2006 മാത്രമാണ് അതിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് 18 ലോക്സഭാ സീറ്റും LDF വിജയിച്ചു നിൽക്കുന്ന കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം ആയിരുന്നു. പ്രത്യേകിച്ച് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആ ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ അതിനുശേഷവും നമ്മുടെ വോട്ടിംഗ് പാറ്റേൺ കൃത്യമായിട്ട് തന്നെ LDFന് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഏതെങ്കിലും തരത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് UDFന് അവകാശപ്പെടാൻ കഴിയില്ല. എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ച് കേരളത്തിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണയില്ലാതെ നടക്കില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 17,000 ശിഷ്ട വോട്ട് നിലമ്പൂർ മണ്ഡലത്തിലുണ്ടായി. അതിപ്പോ കുറഞ്ഞ് 8,000 ശിഷ്ടം വോട്ടേ ഉള്ളൂ. BJP സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു എനിക്ക് കിട്ടേണ്ട സ്ഥിരം, കാരണം ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി മലയോര മേഖലയുടെ വോട്ട് പ്രതീക്ഷിച്ച് ഒക്കെയാണ് പുതിയ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ആ സാഹചര്യത്തിൽ BJPക്ക് കിട്ടേണ്ട കുറെ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിലേക്ക് മാറി എന്ന് പലരും വളരെ ആധികാരികമായിട്ട് എന്നോട് പറഞ്ഞു എന്ന് സ്ഥാനാർത്ഥി തന്നെ വെളിപ്പെടുത്തി. അതുപോലെ പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയും കൂടെ നിർത്തി പിന്തുണ കൊടുത്ത് ഒരുമിച്ച് പത്രസമ്മേളനം നടത്തുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ വർഗീയതയുടെ കൂട്ടുകെട്ടില്ലാതെ, മതവിദ്വേഷം ഉണ്ടാക്കാതെ, മതരാഷ്ട്രവാദികളുടെ കൂട്ടുകെട്ടില്ലാതെ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല UDFന് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് പോയി. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും എടുത്ത നിലപാടുകൾ അതിശക്തമാണെന്നും ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയമാണെന്നും തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഭാഗമായി ഒരു തരത്തിലും ആ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിപ്പോകില്ലെന്നും LDF ആധികാരികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഈ റിസൾട്ടിന് ശേഷം UDFിലുള്ള പടലപ്പിണക്കങ്ങളും സംഘർഷങ്ങളുമെല്ലാം മൂർച്ഛിക്കുന്ന സാഹചര്യമാണ് നാം കാണുന്നത്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുന്നത് നമുക്ക് കാണേണ്ടി വരും. അരുൺകുമാർ, ഒരു കാര്യം കൂടി ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായി UDF കേന്ദ്രങ്ങൾ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നത് ഇത് ഒരു തുടക്കമാണ്, കേരളത്തിലെ ഭരണത്തിന് എതിരായി പിണറായി സർക്കാരിനെതിരായുള്ള വിധിയെഴുത്തിൻ്റെ തുടക്കമാകുന്നു നിലമ്പൂർ എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ. നമുക്കറിയാം നിലമ്പൂർ എന്ന് പറയുന്ന പരമ്പരാഗത UDF മണ്ഡലം, അവിടെ ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ അതിൻ്റെ ഭാഗമായും കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളിൽ അവിടെ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. 8 തവണ ആര്യാടൻ മുഹമ്മദ് അവിടെ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് പരമ്പരാഗതമായി UDF മണ്ഡലം. അവിടെ നടന്നൊരു ഉപതെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ ആകമാനമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമായി വിലയിരുത്തുന്നത് എങ്ങനെയാണ്? അത് ഒരിക്കലും കഴിയില്ല. കാരണം നിലമ്പൂർ എന്ന് പറഞ്ഞാൽ പരമ്പരാഗത UDF മണ്ഡലം 34 വർഷമാണ് തുടർച്ചയായിട്ട് ആര്യാടൻ മുഹമ്മദ് പ്രതിനിധീകരിച്ചത്. ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി തന്നെയാണ്. കാരണം ഒരു 55-60 ഓളം 60,000 താഴെ വോട്ട് LDFന്റെ സ്ഥിരം വോട്ട് ബാങ്കും
അതോടൊപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി ഒരു 10-15,000 വോട്ട് ആർജിക്കുകയും ചെയ്തപ്പോഴാണ്. ഇപ്പൊ തൊട്ടടുത്തുള്ള മണ്ഡലങ്ങൾ നമുക്കറിയാലോ, തവന്നൂർ മണ്ഡലം, KT ജലീൽ മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം LDFന്റെ വോട്ട് ബാങ്ക് പ്ലസ് സ്വതന്ത്ര വോട്ടുകൾ ആകർഷിക്കാൻ പറ്റിയ കാൻഡിഡേറ്റ്സിനെ അണിനിരത്തി തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വോട്ട് ബാങ്ക് പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വൻ നേട്ടം തന്നെയാണ്. അത് ഒരിക്കലും തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭരണ തരംഗത്തെ വിലയിരുത്താൻ പറ്റിയ ഒരു മണ്ഡലമല്ല ഇത്. ഇതിപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറമാണ്. വോട്ടിംഗ് ബാങ്ക് കൃത്യമായിട്ട് തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എല്ലാം നമുക്കറിയാം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വലിയ അഹങ്കാരം കാണിക്കാനോ ആക്ഷേപം ഉന്നയിക്കാനോ അതുപോലെ ഇന്നലെ മുതൽ UDFന്റെ ഭാഗത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രചരണം എല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇതൊന്നും ഒരു തരത്തിലും ഒരു ഭരണവിരുദ്ധ വികാരത്തെ ഊട്ടിയുറപ്പിക്കാനോ അങ്ങനെ ഉണ്ട് എന്ന് തെളിയിക്കാനോ പറ്റിയ റിസൾട്ട് അല്ല. ഏതായാലും എന്തെങ്കിലും കുറവുകൾ LDFന്റെ ഭാഗത്തുനിന്നുണ്ടോ, ഈ ഭരണ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കുന്ന കാര്യത്തിലും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിലും ഏതെങ്കിലും ചെറിയ പോരായ്മ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണും. കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകും. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നടപ്പാക്കും. അതുപോലെ ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമാക്കി മാറ്റും. ഒരു വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ മാറ്റാനും ലോകത്തെവിടെയും കിട്ടുന്ന സൗകര്യം കേരളത്തിൽ ഉറപ്പുവരുത്താനുള്ള LDFന്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായിട്ട് മുന്നോട്ട് പോകും. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അതും പരിഹരിച്ച് LDF ശക്തമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ശരി, വളരെ നന്ദി അരുൺകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.